ചില പടങ്ങളുണ്ട്, അതായത് അത് സംഭവിക്കാൻ വേണ്ടി എല്ലാം ഉഴുത്തിരിഞ്ഞു വരും എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ഒരു പടം ആയിരുന്നു ഭൂതകാലം. അങ്ങനെ ഒരു പടം ചില പടം ഇപ്പം ഞാൻ കുമ്പളങ്ങിനെ പറ്റി അതിനെ പറഞ്ഞിട്ടാണ്. നമ്മളിനിയിപ്പോൾ സെയിം ടീമും ക്രൂവും വന്നെന്ന് ഓർത്തു, എന്നാലും എനിക്ക് തോന്നുന്നില്ല ആ പടം അവിടെ ഇതേ പരിപാടി കിട്ടുമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു പടമായിരുന്നു മൊത്തത്തിൽ. അതിൽ ഒരു ബ്രീഫിനേക്കാളും ഉപരി ഒരു കോവിഡ് സമയത്തെ നമ്മളുടെ, അതായത് ടൈം നമ്മൾ ഇരിക്കുന്നു, നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് എന്താവും അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു സാധനത്തിൽ നമ്മുടെ ഒരു ഉള്ളിൽ നിന്ന് ഒരു വളരെ പാഷനേറ്റ് ആയിട്ട് ഒരു സാധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ പുറത്ത് വന്നേക്കുന്ന ഒരു പടമാണ്. അത്രയും പ്രെപ്പ് അതിന്റെ പുറകെ ഉണ്ട്. നമ്മളൊരു 3-4 മാസം എല്ലാവരും ഫുൾ ക്രൂ ആണ് ഇരിക്കണത്, ഇരുന്ന് അതിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ ക്യാമറമാൻ ഉണ്ടാവും, എഡിറ്റർ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റിലാണെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞ് അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും, അത് നമ്മൾ ഡയലോഗായിട്ട് എഴുതും, നമ്മൾ സീൻ എനാക്ട് ചെയ്യണം പലതവണ. ഇപ്പോൾ മെട്രോ സീൻ ഉണ്ടല്ലോ, മെട്രോയിൽ ഞാൻ പെണ്ണ് മറ്റേ നായിക വന്നിട്ട് മറ്റേ നീ ആരെങ്കിലും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഇൻഡയറക്റ്റ്ലി അവള് ചോദിക്കുന്ന രംഗമൊക്കെ ഉണ്ട്. ഈ രംഗമൊക്കെ നമ്മൾ പലതവണ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കാര്യം മെട്രോന് നമുക്ക് ലിമിറ്റഡ് ടൈമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം സാധനങ്ങളിലാണ് ആ സിനിമ. ഇപ്പം നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ അതിൽ നല്ല പ്രിപ്പറേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളൊരു പുറത്തത്തെ പടങ്ങളോ നമ്മൾ പറയുമല്ലോ എന്തുകൊണ്ടാണ് അത്, ഈ പ്രിപ്പറേഷനാണ്. ആ പ്രെപ്പ് ശരിക്കും ഒരു സിനിമയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് അവിടെ വർഷത്തിൽ 2 വർഷത്തിലേക്ക് ഒരു പടം തന്നെ ഉള്ളൂ.